നാരായൺജിയെ ഞാൻ കുറ്റം പറയില്ല. എൻ്റെ യോഗ അതായിരുന്നു. അതിലേക്ക് ഉരുകിത്തീരാൻ വന്നു വീണ ഒരു ശലഭമായി മാറിയതാ നീ. ശലഭം ശരിയാ, ഭൂമിയിലെ ഏറ്റവും ആയുസ് കുറഞ്ഞ ജീവി. എന്നാലോ എന്തൊരു ഭംഗിയാ. എനിക്കൊരു വിഷമവും ഇല്ല ഏട്ടാ. കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം ഏട്ടനൊപ്പം കഴിയാൻ പറ്റിയല്ലോ, അതോർത്ത് ഞാൻ ആശ്വസിച്ചോളാം. നമ്മൾ പിരിഞ്ഞാലും എന്നും ഞാൻ നിന്നെ ഓർക്കും. ഓർക്കരുത്. ഓർത്താ വേദയുടെ നീതി പുലർത്താൻ ഏട്ടന് പറ്റില്ല. അമ്മേ, അമ്മേ. അവളെത്തിയില്ലേ? ഇല്ല. ഇത്ര നേരമായിട്ടോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇനി വല്ല അപകടവും പറ്റി കാണൂ? ഏയ്, അവള് വല്ല അമ്പലത്തിലും പോയതായിരിക്കും. ഈ നേരത്താണ് അമ്പലം? ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. ഇനി നമ്മളെന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നതാണെങ്കിലോ? അവളുടെ അമ്മമാരുടെ വീട്ടിൽ വിളിച്ചു വെച്ചോ? അവിടെ എങ്ങും പോയിട്ടില്ല. നാരായൺജിയുടെ അടുത്തും പോയിട്ടില്ല. ആ വിടുന്നേ, അവൾ വരുമ്പോ വരട്ടെ. ഇനിയിപ്പോ വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. അവൾ ഇവിടുന്ന് പോണെന്നായിരുന്നല്ലോ നീലിന്റെ ആഗ്രഹം. അറം പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ ഗൗരി. ഓ, ഇനിയിപ്പോ ഞാൻ പറയുന്നതാ കുറ്റം. അല്ല, ആ ഗിരി അപ്പിയോട് ഒന്ന് അന്വേഷിക്കാൻ പറയായിരുന്നില്ലേ ചാച്ചി? അവര് മീറ്റിംഗിലാ, അവരെ വെറുതെ ശല്യം ചെയ്യണ്ട. നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടാ തോന്നുമല്ലോ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടി ഇറങ്ങി പോയെന്ന്. ഇതേ സ്വാതിയാ, അവളെ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. എനിക്ക് അവളെ പച്ചമരുന്ന് തെച്ചപ്പോ നല്ല സുഖമുണ്ടായിരുന്നു, വേദനയും കുറഞ്ഞു. ഇപ്പൊ അത് ഇടേണ്ട സമയം. ഹാ, അതിനെന്താ ഞാനിട്ടേരാം. നിനക്കതൊക്കെ അറിയോ? ഹാ, ഇതിലെന്താ നീല ഇത്ര അറിയാനുള്ളത്? സ്ലിങ് ഊർന്നു തേച്ച് പിടിപ്പിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അമ്പിളിയാ മരുന്നെങ്കിൽ തന്നെ. ദാ. എന്നാ. പതുക്കെ. എന്തൊരു വേദനയാ. നിനക്ക് അറിയില്ലെങ്കിൽ ചെയ്യണ്ട. എനിക്കറിയാം നീലേ, വേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം. മതി, നിർത്ത. നിനക്കറിയില്ല. പക്ഷെ ഇതറിയില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ചതിയുണ്ടെന്ന് അതിനർത്ഥം. അവക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവളിപ്പോ തിരിച്ചു വന്നേനെ. ഈ വീട്ടിൽ നിന്ന് അവളെ കാണാതായത് നിന്ന നിപ്പില് അപ്രത്യക്ഷമാവുന്നില്ലല്ലോ. അവളെവിടെയോ പുറത്തു പോയതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതെവിടെ പോയി, എന്തിനു പോയി നോക്കിയാ ഇനി അറിയേണ്ടത്. എനിക്ക് എൻ്റെ വിഷമങ്ങൾ നിങ്ങളോടല്ലാതെ വേറെ ആരോടാ പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവക്കൊരു അപകടം സംഭവിക്കരുത്, അത്രേ ഉള്ളൂ എനിക്ക്. നീലേ, ഇനി തീരുമാനിക്കേണ്ടത് നമ്മളാ. രാഹുൽ പറഞ്ഞത് ശരിയല്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് മനസ്സറിവില്ലാത്ത കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പോലീസിലൊരു പരാതി കൊടുക്കുന്നത് നന്നായിരിക്കും. പോലീസോ? അതെ. ഇനി അവർ വിചാരിച്ചാലേ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്താലോ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും ആലോചിച്ചിരിക്കണം. ഒന്നാമത്, ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്, അതും എൻ്റെ ഭാര്യ. വാർത്ത എങ്ങനെ ലീക്കായ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു പരാതി കൊടുക്കാനുള്ള സമയമായിട്ടില്ലെന്നാ എൻ്റെ സംശയം. സാറേ, ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത കാര്യമായോണ്ടാണ് കേട്ടോ നേരിട്ട് പറയാന്ന് വിചാരിച്ചത്. എന്താ കാര്യം? സ്വാതി അപ്പിയെ കാണാതായതിന്റെ പിന്നില്ലേ വേറെ ആരുമില്ല, ആ ഗൗരിയും വേദയോ. ചേച്ചിക്ക് ഇതെങ്ങനെ അറിയാം? ഗൗരി അപ്പി നീലിനോട് പറയണ ഞാൻ കേട്ടെന്ന്.
ആ നാരായൺജിയുടെ പ്രവചനം ശരിയായെന്ന് വിചാരിക്കുമെന്ന് അവള് പറഞ്ഞെന്ന്. ഓ അല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം നമുക്കവളെ സംശയിക്കാൻ പറ്റുമോ? അപ്പിയെ കാണാതായ സമയം തൊട്ടുള്ള അവളുടെ നടപ്പും ഭാവവും ആ രീതിയിലായിരുന്നെന്ന് പോലീസുകാര് സംശയം തോന്നി ചോദ്യം ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉം. ആ അതെന്തൊക്കെയോ കാശും പിടിപാടും ഒക്കെ കൊണ്ട് ഒതുക്കിയതാ. അവൾക്ക് ഇതിനകത്ത് കൈയുണ്ടെന്നുള്ളത് 100 തരവാ. ഇത്തരം കാര്യങ്ങളില് എന്റെ തോന്നലുകളെ ഇതുവരെയ്ക്കും തെറ്റിയ ചരിത്രമില്ല കേട്ടോ സാറേ. അല്ലെങ്കിൽ പിന്നെ ആ അപ്പി അവിടെ പോയി. ആ ഇത് ഇവര് രണ്ടാളും കൂടെ വരുത്തി വെച്ചതാണ് സാറേ. ഓ ആ ഇത് സാർ ഇടപെട്ടാൽ ഇനി എന്തെങ്കിലും ഒക്കെ നടക്കുള്ളൂ കേട്ടാ. ആ പെണ്ണിനെ വിളിച്ച് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ അവള് സത്യം പറയും. ഉം. ചേച്ചിക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് ഞാൻ ഇടപെടാം. ഈ വന്ന് പറഞ്ഞതേ ഞാനാണെന്ന് മാത്രം ആരടുത്തും പറയല്ലേ സാറേ. യോ എന്റെ പണി പോണ ഗ്യാസാണോ? ഇല്ല, ചേച്ചി പേടിക്കണം. പിന്നെ സ്വാതി അപ്പിക്കൊന്നും പറ്റരുത്, അത്രേ ഉള്ളൂ. സാറ് വിചാരിച്ച ആ അപ്പിയെ രക്ഷിക്കാൻ പറ്റും. ധൈര്യമായിട്ട് പോകും, വേണ്ട ഞാൻ ചെയ്തോളാം. ഓ ശരി. ഓ പോട്ടെ സാറേ. ശരി ചേച്ചി. ഞാൻ പറഞ്ഞായിട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കൊന്നും പറ്റുമല്ലോ അമ്മച്ചി. എല്ലാം പൊളിയുന്ന ലക്ഷണമുണ്ട്. രാഹുലാണെ ഭയങ്കര ചൂടില്ല. പോലീസുകാർക്ക് തോന്നാത്ത സംശയം എങ്ങനെയാ രാഹുലിന് തോന്നിയത്? അതും കൃത്യമായി ഗൗരിയെക്കുറിച്ച്. ആർക്കറിയാം, ചിലപ്പോ ഊഹിച്ചതായിരിക്കും. എന്നാലും സൂക്ഷിക്കണം. രാഹുൽ പോലീസുകാരെ കൊണ്ട് കേസ് അന്വേഷണം ബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. രാഹുലിന്റെ ഭാഗത്തുനിന്നൊരു സമ്മർദ്ദം വന്ന പോലീസുകാർ അലേർട്ടാവും. ആയിക്കോട്ടെ, അത് പക്ഷേ നമ്മുടെ നേർക്ക് എങ്ങനെയാ വരുന്നത്? 2 പ്രശ്നമുണ്ട്. ഒന്നാ മൊബൈൽ ഫോൺ. അവർ ടവർ വെച്ച് എന്റെ മൊബൈൽ ഫോൺ ആ സമയത്ത് എവിടെയാണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് ഗൗരി അപ്പൊ തന്നെ ക്ലിയർ ചെയ്തല്ലോ. ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ അതവർ വിശ്വസിച്ചു കാണുന്ന എന്താ ഉറപ്പ്? രണ്ടാമത്തെ പ്രശ്നം മോളാ. ആ മോളിലാണെങ്കിൽ ഞാൻ പോയിട്ടേ ഇല്ല. അതവർക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റും. CCTV ഫുട്ടേജ് എടുത്താൽ മാത്രം മതി. അപ്പൊ പെടുവെന്ന് ചുരുക്കം. അതിനാ സാധ്യത കൂടുതല്. സാധാരണ ഒരു പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. രാഹുലിനെ പോലെ ഒരാൾ പുറകിലുള്ളതാ കുഴപ്പമാവാൻ പോകുന്നത്. രാഹുല ഞാനാണ് കുറ്റക്കാരെന്ന് തർപ്പിച്ചു പറയുമ്പോ പോലീസ് എന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അത് ശരിയാ. എങ്ങനെയെങ്കിലും ഈ പോലീസ് അന്വേഷണം ബ്ലോക്ക് ചെയ്യാൻ നോക്കണം. ദേ അത് വേദ വിചാരിച്ചാലേ നടക്കൂ. ഞാൻ വിചാരിച്ചാലോ? അങ്ങനെ എന്തെങ്കിലും നീക്കം നടത്തിയാ പോലീസ് അപ്പം നമ്മളെ പിടിക്കില്ലേ? എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, അന്വേഷണം നമ്മുടെ മുമ്പിലെത്താൻ ഇനി അധിക സമയമൊന്നും വേണ്ട. നമ്മൾ പിടിക്കപ്പെടും, അറസ്റ്റിലാവും, ജയിലിലും ആവും. ഗൗരി പേടിക്കണ്ട, അങ്ങനൊന്നും സംഭവിക്കില്ല. സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. വേദ എനിക്ക് വിശ്വാസ. വേദ വിചാരിച്ചാലേ ഇനി എന്നെ രക്ഷിക്കാൻ പറ്റൂ. ഞാൻ രക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോ അതിന് വേദ രക്ഷപ്പെടുന്നു എന്ന് അർത്ഥമുണ്ട്. മനസ്സിലായോ? ഗൗരി ധൈര്യമായിട്ട് പൊയ്ക്കോ. ഒരു പോലീസും നിന്നെ തേടി വരില്ല. രാഹുലല്ല, ആര് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. ഞാനല്ലേ പറയുന്നത്. സന്തോഷമായിട്ട് പോയിട്ടോ. രാഹുൽ, ഞാൻ പറയുന്ന കേൾക്ക്. എവിടെയാണ്? എവിടെയാണ്?